ബോധവൽക്കരണ യാത്രയ്ക്ക് കായംകുളത്ത് സ്വീകരണം നൽകി. കോഴിക്കോട് സ്വദേശി അഭിലാഷ് പുത്തഞ്ചേരിയാണ് കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് കാൽനട യാത്ര നടത്തുന്നത്. കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് യാത്രയ്ക്ക് സ്വീകരണം നൽകിയത്. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് അധ്യാപകനായ അഭിലാഷ് പുത്തഞ്ചേരി കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് കാൽനട യാത്ര ആരംഭിച്ചത്. യാത്രയ്ക്ക് കായംകുളത്ത് സ്വീകരണം നൽകി. കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് യാത്രയ്ക്ക് സ്വീകരണവും ബോധവൽക്കരണ ക്ലാസും നടത്തിയത്. സീറോ കാർബൺ സീറോ കലാമിറ്റി എന്ന സന്ദേശവുമായി ശ്രീലങ്ക മുഴുവൻ സൈക്കിളിൽ പര്യടനം നടത്തിയ ശേഷമാണ് കോഴിക്കോട് നിന്നും കാൽനട യാത്ര ആരംഭിച്ചത്. കോഴിക്കോട് പുത്തഞ്ചേരി സ്വദേശിയാണ് ഇദ്ദേഹം. ഇന്നത്തെ കാലത്ത് ആളുകളിൽ നടത്തം കുറവായതിനാൽ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ നടത്തത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുക എന്നതാണ് തന്റെ യാത്രയുടെ പ്രധാന ഉദ്ദേശമെന്ന് അഭിലാഷ് പുത്തഞ്ചേരി പറഞ്ഞു. 400 ഷുഗർ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മരിച്ചതിന് തുല്യമാണ്. ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ ഇവിടെ എത്തിയത് നന്നായി, നിങ്ങൾ എന്താണ് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയെന്ന് പറഞ്ഞു. ഡോക്ടർ കുറച്ച് ഗുളികകളൊക്കെ തന്ന് ആ മെഡിസിൻസൊക്കെ ഞാൻ കുറച്ച് കാലം ഉപയോഗിച്ച്, അപ്പോൾ മെഡിസിൻ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ഭേദപ്പെടും, നിർത്തുന്ന സമയത്ത് ഇത് വീണ്ടും വരും. അങ്ങനെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചത്. നമ്മുടെ കാഫ് മസിൽ, കാലിൻ്റെ കാഫ് മസിൽ നമ്മൾ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ ഷുഗർ മാറുമെന്ന്. കാഫ് മസിൽ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കാഫ് മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാർട്ടാണ്. അങ്ങനെ എൻ്റെ 42ാമത്തെ വയസ്സിൽ ഞാൻ സൈക്കിൾ പഠിക്കുകയാണ്. അതുവരെ എനിക്ക് സൈക്കിൾ അറിയില്ല. കാഫ് മസിൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് സൈക്കിൾ പഠിച്ചത്. അങ്ങനെ സൈക്കിൾ പഠിച്ചു. കേരളത്തിലെ 14 ജില്ലകളിലൂടെ ഞാൻ സൈക്കിള് ഓടിച്ച് ലഹരി വിരുദ്ധ സന്ദേശമായിട്ടാണ് ഈ 14 ജില്ലകളിൽ പോയത്. അതേപോലെ തന്നെ എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ ധനുഷ്കോടിയിലേക്ക് സൈക്കിൾ ഓടിച്ചു പോയി. കഴിഞ്ഞ വെക്കേഷനിൽ എൻ്റെ നാട്ടിൽ നിന്ന് തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്കയിലോട്ട് സൈക്കിൾ ഓടിച്ചു പോയി. ശ്രീലങ്കയിലേക്ക് സൈക്കിൾ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്ക ഒരു ദ്വീപ് രാജ്യമാണ്. നമുക്ക് 2 മാർഗമാണ് ശ്രീലങ്കയിലേക്ക് എത്താൻ വേണ്ടി പറ്റുക. ഒന്ന് ഫ്ലൈറ്റും ഒന്ന് ഫെറിയും, ബോട്ട്. അപ്പം ഞാൻ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗപട്ടണം എന്ന് പറയുന്ന സ്ഥലമുണ്ട് തമിഴ്നാട്ടിൽ. അവിടുന്ന് ബോട്ടിൽ ശ്രീലങ്കയ്ക്ക് അടുത്തുള്ള ജാഫ്ന അങ്ങോട്ട് പോയിട്ട് 1 മാസം മൊത്തം ശ്രീലങ്ക കറങ്ങി തിരിച്ച് എത്തിയത്. 1 മാസമായിട്ടുള്ള വന്നിട്ട്. യാത്ര തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും നേരിൽ കണ്ട് തന്റെ യാത്രാ സന്ദേശം കൈമാറാനാണ് അഭിലാഷ് ലക്ഷ്യമിടുന്നത്. കായംകുളത്ത് നടന്ന സ്വീകരണ പരിപാടിയിൽ അഭിലാഷ് പുത്തഞ്ചേരി ബോധവൽക്കരണ സന്ദേശം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ MH രമേഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. NSS പ്രോഗ്രാം ഓഫീസർ രാജലക്ഷ്മി, വോളണ്ടിയർ സെക്രട്ടറി ശ്രീലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ കേരളത്തിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് കേരളീയ സമൂഹത്തെ മാറ്റിത്തീർക്കുന്ന, വിവിധ രംഗങ്ങളിൽ മാറ്റിത്തീർക്കുന്ന സാമൂഹ്യ പ്രവർത്തകരുണ്ട്. ഈ സാമൂഹ്യ പ്രവർത്തകരെ കാണാനും അവരുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് 2 മാസം യാത്ര ചെയ്തത്. ഇവരെക്കുറിച്ച് ഞാനൊന്ന് പഠിച്ചിരുന്നു. എന്നാൽ അവരുടെ ഇടങ്ങളിൽ പോയി അവർ ചെയ്യുന്ന പ്രവർത്തനം കാണണമെന്ന് എനിക്കൊരാഗ്രഹം. അങ്ങനെ പോയി കണ്ടു. നമുക്കൊക്കെ അറിയാവുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് വയനാട് KJ ബേബി എന്ന് പറയുന്ന ഒരു നാടക പ്രവർത്തകനുണ്ട്. മാവേലി മൺട്രം എന്ന് പറയുന്ന എഴുതിയ KJ ബേബി. അങ്ങനെ ഒത്തിരി പ്രവർത്തനം. ഇപ്പം കാസർഗോഡ് പോയി. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറുണ്ട്. ഒരു പൈസയും മേടിക്കാതെ അവരെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ, അവരെ നോക്കുന്ന ഒത്തിരി ആരോഗ്യ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകരെയൊക്കെ കാണാനും അവരുടെ ജീവിതം പഠിക്കാനും. ന്യൂസ് ബ്യൂറോ, കായംകുളം.